Reggie Jose. Dr. Reggie Jose is a professor in community medicine, Gokulam Medical College, and she is the founder of Snehida Health Foundation, an NGO. We welcome to this panel discussion. Dr. Anup Lal, preventive medicine, preventive cardiology specialize ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റി മെഡിസിനിലെ പ്രൊഫസറാണ് അസീസിയ മെഡിക്കൽ കോളേജ്. ഇദ്ദേഹം Sovos.ai എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫൗണ്ടറാണ്, ഡയറക്ടറാണ്. വി വെൽക്കം യു സർ. ഡോക്ടർ അനീഷ് കെ ജോൺ, ഇദ്ദേഹം വളരെ വ്യത്യസ്തനായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറാണ്. ഇദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കുട്ടികളെയും സ്റ്റുഡൻസിനെയും എല്ലാം സ്റ്റാർട്ടപ്പുകൾ ആക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയുടെ അങ്ങനെ ഒരു വലിയ ജോലി ഏറ്റെടുത്തിരിക്കുന്ന ഒരു മഹത്തായ മനുഷ്യനാണ്. അദ്ദേഹത്തെ നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ പാനൽ ഡിസ്കഷൻ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാനലിലെ ഒരേ ഒരു സ്ത്രീ പ്രസൻസ് ആണ്, ഡോക്ടർ റെജി ജോസ്. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മാഡം, നമ്മളുടെ എല്ലാ വെഞ്ചേഴ്സിൻ്റെയും പിന്നിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറയാം. എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ട്. അപ്പോൾ എപ്പിഡമിയോളജി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ബ്രസ്റ്റ് അവെയർനെസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് എന്നുള്ള ഒരു പ്രത്യേകമായ വിഭാഗത്തിലേക്ക് തിരിയാനുണ്ടായതിന് എന്തെങ്കിലും ഒരു പ്രചോദനമോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കഥയോ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ടാവും. അതിൻ്റെ പിന്നിലുള്ളൊരു സ്റ്റോറി എന്താണ്? താങ്ക് യു ലിനി. ഞാൻ സ്നേഹിത വിമൻസ് ഹെൽത്ത് ഫൗണ്ടേഷൻ എന്നുള്ളൊരു NGO, ആ NGO ഫോക്കസ് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ എയർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ എയർ ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുമോ എന്നുള്ളൊരു പേടി. ആ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരാശ്വാസം. അതിൻ്റെ റീസൺ, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ പോൾ അഗസ്റ്റിൻ RCCയിൽ സർജിക്കൽ ഓങ്കോളജിയുടെ ചീഫാണ്. ഇപ്പോൾ അദ്ദേഹം 1998 മുതൽ RCCയിൽ വർക്ക് ചെയ്യുന്നു. ഒരു 2002-05 സമയത്ത് ഞങ്ങൾ MD കഴിഞ്ഞു. MD എന്ന് പറഞ്ഞാൽ MD കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞാൽ എപ്പിഡമിയോളജി, പബ്ലിക് ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പിഡമിയോളജി, പബ്ലിക് ഹെൽത്ത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ചെയ്യുന്ന മെയിനായിട്ട് കമ്മ്യൂണിറ്റി അവെയർനെസ് പ്രോഗ്രാം. നമ്മൾ ഇറങ്ങി നടന്ന ആൾക്കാരോട് സംസാരിക്കും, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് എന്നും പറയും, ഞാൻ ഇന്നും 25 വയസ്സിലൊരു കൊച്ചിനെ സർജറി ചെയ്തു, 30 വയസ്സിലൊരു കൊച്ചിന് മരിക്കാറായി നിൽക്കുന്നു. ഇവരൊക്കെ ഇത്ര നാൾ എവിടെ ആയിരുന്നു? നിങ്ങൾ ഈ പ്രസംഗിച്ച് നടക്കാതെ മനുഷ്യർക്ക് ഗുണമുള്ള വല്ല കാര്യങ്ങളും ചെയ്യൂ. അപ്പം ഇത് കുറേ നാളായിട്ട് എന്നും ഡെയിലി നമ്മൾ കേൾക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ലേറ്റായിട്ട് വന്ന് മരണത്തിലേക്ക് നടന്നു പോകുന്ന സ്ത്രീകളുടെ സ്റ്റോറീസ്. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്കൊരു ഹെവിനെസ് തോന്നി. അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ നമ്മളൊരു വലിയ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് തിരുവനന്തപുരത്ത് നടത്തി. ഒത്തിരി ആൾക്കാർ, ഇപ്പം എല്ലാ ആൾക്കാർക്കും എക്സാമിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ലേഡി ഡോക്ടറിൻ്റെ അടുത്ത് പോകാനായിട്ടുള്ള ഒരു ഹോസ്പിറ്റലെല്ലാം ചെന്നാലുള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു പ്രൈവസി ഉള്ള എൻഷുർ ചെയ്യുന്ന ഒരു സെറ്റിങ്ങിൽ ഒരു ലേഡി ഡോക്ടർ അവൈലബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു ഞങ്ങൾ സ്നേഹിത ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പം ഞാനിങ്ങനെ തന്നെ ഇരുന്ന് ആൾക്കാരെ കാണുന്നു, കുറേ ആൾക്കാർ വരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് ഈ ഡോക്ടർ അനൂപ് ലാൽ തന്നെ പറഞ്ഞു, എന്തിനാ തന്നെ കഷ്ടപ്പെട്ടിരിക്കുന്നത്, നമ്മൾക്കൊരു NGO ചെയ്യാം, നമുക്ക് വോളണ്ടിയേഴ്സിനെ കിട്ടുമല്ലോ. അങ്ങനെ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റിലോട്ട് വന്നത് സ്നേഹിത 2016 ഞങ്ങൾക്ക് NGO രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ആരെങ്കിലും സ്നേഹിത ആവണമെന്ന് ചോദിക്കുമ്പം ഒരു 10 കൈ പൊങ്ങും, ഒരു 3 പേരെങ്കിലും എൻ്റെ അടുത്ത് വരും, മാം ഞാനും കൂടെ വരാം. അങ്ങനെ ഡോക്ടേഴ്സായി, എൻജിനീയേഴ്സായി, ടീച്ചേഴ്സായി, എവിടെയൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടോ അവിടെ നിന്നൊക്കെ സപ്പോർട്ട് പബ്ലിക് ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു സോഷ്യലി ആൾക്കാർ എൻഗേജ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ സ്നേഹിത കൊണ്ടുപോകുന്നത്. നമുക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണ്. അതായത് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മനസ്സ് മതി. അതായത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ടെക്നോളജി ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അന്നേരം. നമ്മളുടെ ഒരു മനസ്സ് മതി, നമുക്ക് വില്ലിങ്നെസ് ഉണ്ട്. എല്ലാവരും അവരുടെ ടൈം ഫ്രീ ആയിട്ട് സ്പെയർ ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും അതിൻ്റെ ആൾക്കാരുടെ ഒരു ഇനോർമിസിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് ആഗ്രഹങ്ങൾ, ഒത്തിരി ക്യാമ്പ്. ഇപ്പോഴും ഞങ്ങളുടെ എല്ലാ വീക്കെൻഡ്സും ബുക്ക്ഡ് ആണ്, നമുക്ക് ഒരു സമയവും ഇല്ല.
അപ്പോൾ അത്രയ്ക്ക് എത്തിപ്പെടണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക സ്ട്രാറ്റിഫൈ ചെയ്യണം. അപ്പോൾ സ്ട്രാറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ MD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു വലിയ സ്റ്റഡി നടത്തി. അമേരിക്കയിലൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഈ മാമോഗ്രാഫിക് സ്ക്രീനിങ്ങിന് വേണ്ടി ആൾക്കാരെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെ പോയിട്ട് വന്നപ്പം കാൽക്കുലേറ്റർ കൊണ്ടുവന്നപ്പം നമ്മൾക്ക് ഇതുപോലെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അതിനകത്തൊരു ആൽഗോരിതം അത് നോക്കിയപ്പോൾ നമ്മളുടെ ഇവിടെ ഒട്ടും അത് സെൻസിറ്റീവ് അല്ല, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എങ്ങനെ മോഡിഫൈ എന്നുള്ള തോട്ടിൽ നിന്ന് എൻ്റെ ബേസിക് സ്റ്റഡി ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 660 പേഷ്യൻസിനെ കമ്മ്യൂണിറ്റിക്ക് വന്ന് ഒരു 920 പേരെ എടുത്ത് സ്റ്റഡി ചെയ്ത് ഒരു ആൽഗോരിതം ഉണ്ടാക്കി. ആൽഗോരിതം ഒരു എക്സൽ ഷീറ്റിലിട്ട്, ഞാനൊരു ഡോക്ടറല്ലേ, എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയത്തില്ല ടെക്നോളജി ഒന്നും, ഒരു എക്സൽ ഷീറ്റിലിട്ട് ഇങ്ങനെ വലിച്ച് നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹൈ റിസ്ക് ആരാ, നോർമൽ റിസ്ക് ആരാന്നൊക്കെ അറിയാം. ആ രീതിയിൽ നമ്മളത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഡോക്ടർ അനൂപ് ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിന് റിസ്ക് ഇങ്ങനെ എക്സൽ ഷീറ്റ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, ഒരു ചെറിയൊരു വെബ് ടൂളിൻ്റെ ആവശ്യമുള്ളത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വോളണ്ടിയറിംഗ് എന്ന് പറയുന്ന കാര്യവും അതുപോലെ സപ്പോർട്ടുകളും എല്ലാം സൈഡിൽ കൂടെ വന്ന് അങ്ങനെ ഞങ്ങൾ റിസ്ക് കാൽക്കുലേറ്റർ ഉണ്ടാക്കി, സ്നേഹിത ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കാൽക്കുലേറ്റർ. അങ്ങനെയാണ് നമ്മൾ ഈ ടെക്നോളജിയും മെഡിക്കൽ എന്താ പറയുക നമ്മുടെ സർവീസുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ ആൾക്കാർ നമ്മൾ ഈ വെബ് ടൂൾ ആൾക്കാർ ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളത് റിസ്ക് പ്രിഡിക്ഷൻ ഒന്നുമല്ല, ഒരു മോട്ടിവേറ്റിംഗ് ടൂളായിട്ട് ചുമ്മാ ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ എക്സാമിൻ ചെയ്യാൻ പറഞ്ഞാൽ ആരും വരില്ല. അപ്പോൾ അവർക്ക് ഓക്കെ യു ഹാവ് ഹൈ റിസ്ക് അല്ലെങ്കിൽ നോർമൽ റിസ്ക് എന്ന് പറഞ്ഞിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ എക്സാമിൻ ചെയ്ത് എന്തെങ്കിലും നമ്മൾ ചുമ്മാ എക്സാമിൻ ചെയ്യുക മാത്രമല്ല, ഒരാൾക്ക് കണ്ടുപിടിച്ചാൽ അവർക്ക് വേണ്ട ബാക്കി എല്ലാ സപ്പോർട്ടും എല്ലാ അഡ്വൈസും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നു സ്നേഹിത ഇതുവരെ. തീർച്ചയായിട്ടും ഏർലി ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു വ്യക്തിയെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തുടക്കം അവിടെയാണ്. ഏർലി ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണ്. എൻ്റെ അമ്മ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സർവൈവറാണ്. ഏർലി എക്സാമിനേഷൻ കൊണ്ട് മാത്രം ജീവൻ വളരെ നല്ല രീതിയിൽ രക്ഷിച്ചെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ റിലവൻ്റ് ആണ്. ഇതിനിടയിലൂടെ രണ്ട് മൂന്ന് വാക്കുകൾ മാഡം പറഞ്ഞത് ടെക്നോളജി ഇതിലേക്ക് കൊണ്ടുവരാനൊത്തത്, അതായത് ആ ഒരു NGOയിലേക്ക് ഒരു ടെക്നോളജിയെ കൊണ്ടുവരാനൊത്തത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അപ്പോഴെല്ലാം മാഡം പറഞ്ഞ ഒരു വാക്ക് ഡോക്ടർ അനൂപ് എന്നാണ്. അപ്പോൾ നമുക്ക് ഡോക്ടർ അനൂപിലേക്ക് പോവാം. ഇദ്ദേഹം പ്രിവെൻറ്റീവ് കാർഡിയോളജി അല്ലെങ്കിൽ sovos.ai. Can you tell us about sovos.ai? ഒരു ഡോക്ടറിൽ നിന്ന് നമ്മൾ പരിപൂർണമായ AI കുറിച്ച് നമ്മൾ കേൾക്കാൻ പോവാണ്. Let's listen to him. Thank you, Dr. Lini. എൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഡോക്ടർമാരുടെ ഇടയിൽ ഒരു ടെക്കിയാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. ഇത് തുടങ്ങിയത് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇത് വളരെ മുമ്പാണ്, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ എല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കാൻ പോകും. ഞാനും കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. അന്നത്തെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് C++ അങ്ങനെയുള്ള ഒരു കറുത്ത സ്ക്രീനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് അത്രയേ ഉള്ളൂ കമ്പ്യൂട്ടർ. അത് ഒരു വർഷം ഒരു 6 മാസം ഞാൻ പഠിച്ചു. എൻട്രൻസ് എഴുതിയപ്പം എഞ്ചിനീയറിംഗും MBBS കിട്ടാനിടയായി. അമ്മയുടെ വലിയ ആഗ്രഹം, എൻ്റെ ഫാമിലിയിൽ വേറെ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അമ്മയുടെ വലിയ ആഗ്രഹം മോൻ ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു. അങ്ങനെ അത് സാധിച്ചു കൊടുക്കാനുള്ള രീതിയിൽ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി ജോയിൻ ചെയ്തു. പക്ഷേ അന്ന് പഠിച്ച കുറച്ച് സോഫ്റ്റ്വെയർ കോഡിങ് ഇറ്റ് വെന്റ് അലോങ് വിത്ത് മീ വളരെ കാലം. അപ്പം ഞാൻ പോകുന്നിടത്തെല്ലാം അന്നത്തെ ഒരു ലേറ്റസ്റ്റ് മോഡൽ കമ്പ്യൂട്ടർ, MBBS പഠിക്കുമ്പോഴും ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടറുള്ള ഒരു MBBS സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ എൻ്റെ റൂമിനകത്ത് ഉന്തും തള്ളുമായിരുന്നു. അതുപോലെ തന്നെ PG ജോയിൻ ചെയ്ത് 2003 ഞങ്ങൾ ഒരുമിച്ചാണ് PG ചെയ്തത്. ആ സമയത്തും എന്നെ അറിയപ്പെട്ടിരുന്നത് ലാപ്ടോപ്പ് ഉള്ള PG എന്നായിരുന്നു. കാരണം ലാപ്ടോപ്പ് ഇറങ്ങുന്ന ഒരു സമയമാണ്, അത് തൂക്കിയാണ് ഞാൻ എപ്പോഴും നടക്കുന്നത്. അത് ആദ്യമേ വെബ് ഡെവലപ്മെന്റിൽ തുടങ്ങി. സിമ്പിൾ ആയിട്ടുള്ള ആരെ കണ്ടാലും അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെന്റിന് വെബ്സൈറ്റ് ഉണ്ടാക്കി. പിന്നെ ഇതുപോലുള്ള പല NGOസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്, അവർക്കെല്ലാം നിനക്കൊരു ഫ്രീ വെബ്സൈറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓരോ വെബ്സൈറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ ഡോക്ടർ എത്രയായി എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരു ഏർണിംഗ് ഇൻകം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംഭവം. അങ്ങനെ ഞാൻ മെഡിക്കൽ പ്രൊഫഷണലിന്റെ ഒരു ഔദ്യോഗിക ടെക്നോളജി പ്രൊവൈഡറായി മാറി. പിന്നെ അത് മൊബൈൽ ആപ്സിലേക്ക് പോയി. സാവകാശം എൻ്റെ മെഡിക്കൽ കരിയർ ഒരു വശത്തൂടെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. 2017 ഞാൻ കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് പ്രിവെന്റീവ് മെഡിസിനും അവിടുത്തെ വൈസ് പ്രിൻസിപ്പലുമായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇനി ഒരു ഫുൾ ടൈം ഒരു ഹെൽത്ത് കെയർ ടെക്നോളജി പേഴ്സണായി മാറാം, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ട് അന്ന് ഫൗണ്ട് ചെയ്താണ് സോവോസ് ഹെൽത്ത് കെയർ ടെക്നോളജീസ് എന്ന് പറയുന്ന സ്ഥാപനം. മെയിൻലി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫോർ ഹെൽത്ത് കെയർ ആണ് തുടങ്ങിയത്, മൊബൈൽ ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയർസും. അത്
പയ്യെ ഇവോൾവ് ചെയ്ത് ഇന്നത് ഒരു AI ആൻഡ് റോബോട്ടിക്സ് കമ്പനിയാണ്. ഹെൽത്ത് കെയറിനകത്തുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്മെന്റും അതുപോലെ തന്നെ ചില കമ്പനീസുമായി, ചില റോബോട്ടിക്സ് കമ്പനീസുമായിട്ടുള്ള ടൈപ്പിൽ നമ്മൾ ഹെൽത്ത് കെയറിന് വേണ്ടുന്ന റോബോട്ടിക് സൊല്യൂഷൻ, അത് റോബോട്ടിക് സർജറി ആയാലും പ്രോസ്തസിസ് ആയാലും അങ്ങനെയുള്ള പല റോബോട്ടിക് സൊല്യൂഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ എസെൻഷ്യലി ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് കെയറിനകത്തുള്ള ടെക്നോളജിയുടെ സാധ്യതകൾ അനന്തമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഡോക്ടർ റെജി തന്നെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു മാർക്കറ്റ് ഒരിക്കലും താഴോട്ട് പോകുന്നില്ല. കാരണം ഹ്യൂമൻ ഹെൽത്ത് നീഡ്സ് എന്ന് പറയുന്നത് കൂടിക്കൂടി വരുന്ന, അസുഖങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന, നമ്മൾ കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക് ആണ് ടെക്നോളജിയുടെ ഫീൽഡിൽ ഏറ്റവും വലിയ ജയന്റ് ലീപ്പിന് കാരണമായി മാറിയത്. കാരണം അതിലൂടെ നമ്മൾ വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉള്ള ആ സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തു ടെക്നോളജി. ഈ AI ഇത്രയും പെട്ടെന്ന് ഇവോൾവ്, നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മളുടെ മുമ്പിൽ ഈ AI എന്ന് പറയുന്ന സംസ്ഥാനം വന്നു വീണത്. ശരിക്കും ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് കോവിഡ്. അപ്പോൾ അത്രയും വലിയൊരു ജയന്റ് ലീപ്പിലേക്ക് ടെക്നോളജി ഫീൽഡിലേക്ക് കൊണ്ടുപോയത് ഹെൽത്തിന്റെ ഫീൽഡിൽ ഉണ്ടായ ഒരു വലിയൊരു സമസ്യയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അനേകം ഓപ്പർച്യൂണിറ്റീസ് ഹെൽത്ത് കെയറിന്റെ ഫീൽഡിൽ ടെക്നോളജി, അത് AI ആയാലും റോബോട്ടിക്സ് ആയാലും ഇതുപോലുള്ള IoT ഡിവൈസസ് ആയാലും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന്റെ ഒരു ചെറിയൊരു സ്ലൈസ് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ വന്നിരുന്നത് പങ്കുവയ്ക്കാൻ കഴിയുന്നതും വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. താങ്ക് യു. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ട്രഡീഷണലി എപ്പോഴും നമ്മൾ പോവുക, ചികിത്സ നേടുക, തിരിച്ച് വളരെ സന്തോഷത്തോടെ പേഷ്യൻസ് തിരിച്ച് വീട്ടിൽ പോവുക. ഇന്നത്തെ കാലം മാറി. ഡോക്ടേഴ്സ് ടെക്നോളജിയെ ഇപ്പോൾ വളരെയധികം അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. പക്ഷേ ഇദ്ദേഹം 30 വർഷങ്ങൾക്ക് മുമ്പ് ടെക്നോളജിയെ കുറിച്ച് ചിന്തിച്ചൊരു ഡോക്ടർ. ഇതിനിടയിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യം ഇതിനിടയിൽ പറയുകയുണ്ടായി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആമസോണും ഇ-കൊമേഴ്സും എല്ലാവരും അറിയുന്നതിന് മുമ്പ് ഡോക്ടർ അനൂപ് ഡോക്ടർ റെജിയോട് പറഞ്ഞു, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് ഇങ്ങനെ ഇരുന്ന് ഞെക്കുമ്പോൾ സാധനങ്ങൾ വീട്ടിൽ വരുന്ന ഒരു കാലമുണ്ടാകുമെന്ന്. അത്ര മുന്നിൽ കണ്ട്, അതായത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനൊരു ടെക്നോളജി ഉണ്ടാകാമെന്ന് ചിന്തിക്കുന്ന ഡോക്ടേഴ്സും അതൊരു കാലത്തിന്റെ മാറ്റത്തിന്റെ ഒരു ലക്ഷണമാണ്. നമുക്ക് അനീഷ് കെ ജോൺ സാറിലേക്ക് പോവാം. സർ, എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ സാറന്മാർ പഠിപ്പിക്കുന്നു, കുട്ടികൾ പഠിച്ച് നല്ല ജോലി വാങ്ങി പോകുന്നു. എങ്ങനെയാണ് ഒരു ഐഡിയ സ്റ്റേജിൽ നിന്ന് ഒരു കുട്ടികളുടെ ആശയങ്ങളിൽ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്ന പ്രോബ്ലംസ് മനസ്സിലാക്കി അതിനകത്തൊരു ആശയങ്ങളിൽ നിന്ന് അതിനെ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റണം എന്നുള്ള ആ ഒരു പ്രക്രിയയിലേക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് തന്നെ അങ്ങനെ ഒരു യൂണിറ്റ് കൊണ്ടുവരണം എന്നുള്ള ഒരു ഐഡിയ സാറിന് എങ്ങനെയാണ് ഉണ്ടായത്? താങ്ക് യു ഡോക്ടർ. ഞാൻ ആദ്യം തുടങ്ങുന്നത് ട്രിവാൻഡ്രം CETയിൽ നിന്നാണ്. അവിടെ എനിക്ക് ഒരു PG ഒക്കെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് സ്റ്റുഡൻസ് തെർമൽ സൈഡ് ആയതുകൊണ്ട് സ്റ്റുഡൻസ് ഒക്കെ കിട്ടും. അതിനുശേഷം ഞാൻ KTUവിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കുറച്ച് നാൾ പോയി. അതിനുശേഷമാണ് ഞാൻ ബാട്ടം ഹില്ലോട്ട് ട്രാൻസ്ഫർ വരുന്നത്. ട്രാൻസ്ഫർ വന്ന് കഴിയുമ്പോഴത്തേന് ഇവിടെ PG പഠിപ്പിക്കാനായിട്ട് എൻ്റെ സ്ട്രീമൊന്നുമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് കുറച്ച് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്ന് കയറുകയും പിന്നീട് അവരുമായിട്ട് ചേർന്ന് സ്റ്റുഡൻസിൻ്റെ ഹെൽപ്പോടുകൂടി ഗ്രോ ചെയ്യപ്പെട്ട ഒരു സാറാണ് ഞാൻ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ അറിയപ്പെടുന്ന സ്റ്റുഡൻസിനാൽ ഗ്രോ ചെയ്യപ്പെട്ട ഒരു സാറായിട്ടാണ് അറിയപ്പെടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ KCSTയുടെ ഒരു ചലഞ്ച്, ഒരു ഡിസൈൻ ചലഞ്ചിൻ്റെ ഒരു ജഡ്ജായിട്ട് ഞാനും ശ്രീചിത്രനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് ഒരു ഡോക്ടർ സ്മിത, ഡോക്ടർ അരുൺ അനിരുദ്ധൻ, ഇവരെല്ലാവരും ആ പാനൽ മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഒരു കറങ്ങുന്ന ഒരു കട്ടിലിനെ കുറിച്ച് സംസാരിച്ച് പറയാം. വെളിയിലൊക്കെ റോട്ടോപ്രോ എന്ന് പറയുന്ന ഒരു ബെഡ് UK അവൈലബിൾ ആണ്. അതൊക്കെ ഇവിടോട്ട് വരുമ്പോഴത്തേന് ഏകദേശം 1.5 കോടി രൂപ ചിലവാകും. അപ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരു ചെറിയ ഡിസ്കഷൻ്റെ പുറത്താണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ
പതുക്കെ സ്റ്റുഡൻസ് ഗ്രൂപ്പ് കോളേജിൽ ചെന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആദ്യം ഒരു 4-5 സ്റ്റുഡൻസ് വന്നു. പിന്നെ അവർ പേറ്റൻറ്റ് ഫയൽ ചെയ്യുന്നു. ഐഡിയ ഡോക്ടേഴ്സിനും ഇഷ്ടപ്പെടുന്നു, ഡിസൈൻ രംഗത്ത് നമുക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേന് അടുത്തത് പേറ്റൻറ്റ് ഫയൽ ചെയ്യും. ഈ ചുരുങ്ങിയ ഒരു 1.5 കൊല്ലം കൊണ്ട് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ലിലും കൂടെ സ്റ്റുഡൻസ് എല്ലാവരും ഏകദേശം 20ഓളം പേറ്റൻസ് ഫയൽ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട് എന്ന് സ്റ്റുഡൻസിനും ഫാക്കൽറ്റിക്കും എല്ലാവർക്കും ബോധ്യമായപ്പോഴത്തേന്, ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് എന്ന് കണ്ടപ്പോഴത്തേന് ഇത് നല്ലൊരു ബൂം വരികയും എല്ലാവരും അതിൻ്റെ അകത്തോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ പ്രോജക്റ്റ് തുടങ്ങുമ്പോഴത്തേന് ഒരു സ്റ്റുഡൻറ്റ് വന്ന് സാറേ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയാൽ എന്താണ് എന്ന് പറഞ്ഞ് നമ്മൾ ഐഡിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് കുറച്ചു കാലം കഴിയുമ്പോഴത്തേന് ഞങ്ങൾ കൂടുതലായിട്ട് അടുത്ത് ഇരിക്കുന്നത് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായിട്ടായതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഡോക്ടേഴ്സ് പ്രോബ്ലത്തിൻ്റെ അക്ഷയ ഖനികളാണ്. അവരുമായിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് സംസാരിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രോബ്ലം കിട്ടും. ഈ പ്രോബ്ലത്തിൻ്റെ അകത്തുനിന്ന് സ്റ്റുഡൻസിനോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോബ്ലം ചൂസ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫൈനൽ ഇയർ പ്രോജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് സ്റ്റുഡൻസും വളരെ ഹാപ്പി. അത് ഫൈനൽ സ്റ്റേജിലോട്ട് ആക്കുമ്പോഴത്തേന് ഡോക്ടേഴ്സും വളരെ ഹാപ്പി. അപ്പോൾ ഇത് ഈ ഒരു ലെവലിൽ കൂടാണ് പതുക്കെ ഇപ്പോൾ നമ്മുടെ കോളേജിൽ ചെറിയ ചെറിയ രീതിയിൽ കൂടെ തുടങ്ങി വന്ന പ്രോജക്ട്സ് ഇപ്പോൾ കുറച്ചുകൂടെ AI ലെവലിലും അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ട് കയറുന്ന പ്രോജക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ആ ഡോക്ടർ സ്റ്റുഡൻറ്റ് ഡിഫറെൻറ്റ് ഡൊമൈൻസിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കുന്നത് അവിടെ ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഐഡിയ കിട്ടും. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ കോളേജും SCT, ഞാൻ ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജും SCT ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ ഏകദേശം ഒരു 2-3 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ പ്രോക്സിമിറ്റി ബിറ്റ്വീൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണ്. അങ്ങോട്ട് ഡോക്ടേഴ്സ് കോളേജിലോട്ട് വരുന്നു, കോളേജിൽ നിന്ന് സ്റ്റുഡൻസും ഫാക്കൽറ്റിയും എല്ലാം ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ആ ഒരു പ്രോബ്ലത്തിൻ്റെ അകത്തോട്ടുള്ള ഇമേഴ്ഷൻ നടക്കാൻ ഞങ്ങൾ ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ സ്റ്റുഡൻസിന് അകത്ത് കയറാനുള്ള ഒരു സാഹചര്യം ഹോസ്പിറ്റൽ ഉണ്ടാക്കി തരിക എന്ന് പറയുമ്പോഴത്തേന് അത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്റർ കാണുക എന്നുള്ളതല്ല, ഹൗ യു ആർ ഇമേഴ്സിങ് ഇൻ ടു ദ പ്രോബ്ലം. ആ പ്രോബ്ലത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങിച്ചെല്ലാൻ സ്റ്റുഡൻസിനും ഫാക്കൽറ്റിക്കും എല്ലാവർക്കും ഡോക്ടേഴ്സിനും എല്ലാവർക്കും ഇടയാകുന്ന ഒരവസ്ഥയാണ്. അതാണ് പതുക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഐഡിയ വരികയും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരികയും അത് പതുക്കെ ഒരു ഡിസൈൻ സ്റ്റേജ്, അതിനുശേഷം പ്രോട്ടോടൈപ്പ് സ്റ്റേജിലോട്ട് മാറുകയും ചെയ്തു. താങ്ക് യു സർ. നമ്മുടെ ലോകം മുഴുവൻ എന്താണ് ഒരു വിറങ്ങലിച്ച് നിന്ന, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ലൈഫ് സ്റ്റോപ്പ് ചെയ്ത്, ഓൾമോസ്റ്റ് എല്ലാവരുടെയും നല്ല രീതിയിലുള്ള ജീവിതം സ്റ്റോപ്പ് ചെയ്ത് വെച്ച ഒരു കാലഘട്ടമാണ് കോവിഡ്. പക്ഷേ എന്നാൽ ഏറ്റവും കൂടുതൽ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റുകളും പുതിയ പുതിയ പ്രോഡക്ട്സും സ്റ്റാർട്ടപ്പുകളും തുടങ്ങിയ കാലഘട്ടവുമാണ് കോവിഡ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോവിഡ് തുടങ്ങിയ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് കിട്ടാതെ അതിന് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടായി. ഈ കോവിഡ് സമയത്ത് മാഡം എങ്ങനെയാണ് ഈ ക്യാമ്പുകളും NGO നടത്തുന്ന ക്യാമ്പുകളുടെ കാര്യം പറഞ്ഞു? അപ്പം നമുക്ക് ആ ഒരു സമയത്ത് മാഡത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു കോവിഡ് ടൈമിൽ? കോവിഡ് ടൈമിൽ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. നമ്മൾക്ക് ഈ പറഞ്ഞവരെ ഇറങ്ങി നടക്കണ്ട, ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച സമയത്താണ് നമ്മൾ അവയർനെസ് സെഷൻ, നമ്മളന്നും സൂമും ഗൂഗിൾ മീറ്റും ഒക്കെ പഠിച്ചത് കോവിഡ് കാരണം അല്ലേ. ഇപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വരെ ഫോണിൽ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഏകദേശം NSSുമായിട്ട് ചേർന്ന് സ്റ്റേറ്റിലുടനീളമുള്ള ഏകദേശം എല്ലാ ഓൾ ഓവർ കേരളത്തിലുള്ള NSS യൂണിറ്റിൻ്റെ വക ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ ഓരോ യൂണിറ്റും അവരുടെ പേരൻസും, നമ്മളുടെ ഉദ്ദേശം ഈ മെസ്സേജ്, അതായത് എയർലി ഡിറ്റക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ സിംറ്റംസ് ഒന്നും ഇല്ലാത്ത അവസ്ഥയല്ല വരുന്നത്, അപ്പോൾ ഒരു സിംറ്റമും അസുഖങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എക്സാമിനും ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ഞങ്ങൾക്ക് നന്നായിട്ട് പാസ് ചെയ്യാൻ സാധിച്ചു.
ത്രൂ ഓൺലൈൻ ക്ലാസ്സസ്. അത് KTU ആയിട്ട് ചേർന്ന്, ഈ ടെക്നോളജി യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്ന് എല്ലാ സോണിലും ഉള്ള എഞ്ചിനീയറിംഗ് കോളേജസിലെ പിള്ളേരും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റി, സ്കൂൾസിൽ റീച്ച് ചെയ്യാൻ പറ്റി, ആർട്സ് കോളേജിൽ റീച്ച് ചെയ്യാൻ പറ്റി. ഇതൊരു വലിയ റീച്ചാണ്. അതർവൈസ് കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി കൂടി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കേരളം മുഴുവൻ, പിന്നെ ഓൾ ഇന്ത്യ ലെവലുള്ള വിമൻ ഓർഗനൈസേഷൻസിന് ക്ലാസ് എടുത്തു. ശരിക്കും ആ ഒരു പ്ലാറ്റ്ഫോം നമ്മളെല്ലാവരും യൂസർ ഫ്രണ്ട്ലി ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയത് നമ്മളും ആ സമയത്ത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. വി കുഡ് റീച്ച് മാക്സിമം. അതുകൊണ്ട് തന്നെ കോവിഡ് ശേഷം നമുക്ക് ആൾക്കാർ റെസ്പോൺസ് വളരെ വ്യത്യാസമുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർ വോളണ്ടിയർ ചെയ്ത് എക്സാമിൻ ചെയ്യണം എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി. അതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ മുമ്പിൽ ലിമിറ്റേഷൻസും തടസ്സങ്ങളും മുമ്പിൽ കൂടുതൽ വരും തോറും നമ്മൾ അതിനെല്ലാം മറികടക്കാനുള്ള ആ ഒരു ത്വര, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായ ഒരു കഴിവ് മനുഷ്യനുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പം ഡോക്ടർ റെജി പറഞ്ഞത്. AI ഡോക്ടർ എന്ന് ഞാൻ സാറിനെ വിളിച്ചോട്ടെ. അപ്പോൾ താങ്കളുടെ sovos.ai-ൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. AI എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കൊച്ചു കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആണ് AI എന്ന് പറഞ്ഞ്. അതേ അവസരത്തിൽ ആരോഗ്യരംഗത്ത് AI വരുമ്പോൾ പലരും വല്ലപ്പോഴുമെങ്കിലും ആ ഒരു സംശയത്തോടെ AI എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിയുമോ? അപ്പൊ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, AI-ക്ക് ഒരു ഡോക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമോ? അതൊരു ചോദ്യം. AI ഡോക്ടറുടെ എയ്ഡ് ആവുകയാണോ, അതോ ഡോക്ടർ AI-യുടെ എയ്ഡായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. AI-യെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു, സത്യം പറഞ്ഞാൽ ഇതൊരു പുതിയ സംഭവമല്ല. AI-യുടെ ആക്ച്വൽ ഡെവലപ്മെന്റ്സ് ഒരു 50 വർഷം മുമ്പേ തുടങ്ങിയതാണ്. പക്ഷേ ഇതൊരു പബ്ലിക് യൂട്ടിലിറ്റി ടൂളായിട്ട് വന്നത് കഴിഞ്ഞ 2-3 വർഷത്തിനിടയിലാണെന്നുള്ളത്. ChatGPT വരുമ്പോഴാണ് നമ്മൾ ശരിക്കും AI എന്ന് പറഞ്ഞത്. പക്ഷേ ഹെൽത്ത് കെയറിൽ AI-യുടെ ഉപയോഗം 2004 തൊട്ടേ ഉണ്ട്. 2004 IBM എന്നുള്ള കമ്പനി വാട്സൺ എന്ന് പറഞ്ഞുള്ള AI എഞ്ചിൻ ഇറക്കിയതാണ് ആദ്യത്തെ. അത് ക്യാൻസർ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ AI നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു. AI എന്ന് പറയുന്നത് ആക്ച്വലി ഡേറ്റയാണ്. ബിഗ് ഡേറ്റയെ അനലൈസ് ചെയ്യുന്ന ടെക്നോളജി വളരെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു. ആ ഡേറ്റയെ അനലൈസ് ചെയ്തിട്ടുള്ള അതിന്റെ റിസൾട്ട് റിയൽ ടൈമിൽ കൊടുക്കാൻ കഴിയുന്ന ഹാർഡ്വെയർ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഈ കോവിഡിന് ശേഷമാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വാല്യുവേഷൻ ഉള്ള കമ്പനി നമ്മൾ പറയുന്ന NVIDIA-യും അതിന്റെ ഈ ചിപ്സിന്റെ പുറകെ ആളുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആ ഹാർഡ്വെയർ ടെക്നോളജി റിയൽ ടൈമിൽ ഇത്രത്തോളം ഡേറ്റയെ പ്രോസസ് ചെയ്ത് അതിന്റെ റിസൾട്ട്സ് റിയൽ ടൈമിൽ കാണിക്കാനുള്ള ടെക്നോളജി ഹാർഡ്വെയർ ആയിട്ട് ഇപ്പോഴാണ് നമുക്ക് അവൈലബിൾ. അതുകൊണ്ടാണ് ഇപ്പൊ AI സുലഭമായി മാറിയിരിക്കുന്നത്. ഇനി ഹെൽത്ത് കെയറിന്റെ ഫീൽഡിലുള്ള AI, എല്ലാവർക്കും ഉള്ള ഒരു സംശയം, AI will it replace human beings? അത് വളരെ ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ജോബ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പലർക്കും. പക്ഷേ ഇതിന്റെ ഒരു ശരിക്കുള്ള കോണ്ടെക്സ്റ്റ്, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി വെറും ഒരു ബുദ്ധിജീവി മാത്രമായിട്ടാണ് ഇരിക്കുന്നതെന്നാണ്. അതായത് രോഗലക്ഷണങ്ങളൊക്കെ കേട്ട് അനലൈസ് ചെയ്തിട്ട് ഡയഗ്നോസിസ് ഉണ്ടാക്കി അതിന്റെ ട്രീറ്റ്മെന്റ് പറയുന്ന ഒരു ബുദ്ധി മാത്രമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറെ AI റീപ്ലേസ് ചെയ്യും. ഓൾറെഡി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ചൈനയിലൊക്കെ റോബോട്ട്സ് നടത്തുന്ന, ഡോക്ടർമാർക്ക് പകരം റോബോട്ട്സ് നടത്തുന്ന ഹോസ്പിറ്റൽ വരെ റിയാലിറ്റി ആയി മാറിക്കഴിഞ്ഞു. നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ newclinician.com എന്ന് പറയുന്ന സൈറ്റിൽ പോകാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറെ ടൂൾസ് ഉണ്ട്. അതിനകത്ത് ഒരു ടൂൾ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. അത് നമ്മൾ അതിനകത്ത് സിംറ്റംസ് ഓരോന്നോരോന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ഡോക്ടർ ഇങ്ങോട്ട് നമുക്ക് ഒരു രോഗിയുടെ അടുത്ത് ചോദിക്കുന്നതിനേക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വിതിൻ 1 മിനിറ്റ് ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും അത് എഴുതി തരും. വെരി വെരി ആക്യുറേറ്റ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യം മാത്രം ചെയ്യുന്ന ഒരു ഡോക്ടറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റീപ്ലേസ്ഡ് ആവും. പക്ഷേ നമ്മളൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ശരിക്കും ആലോചിച്ച് നോക്കും. ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത് ഒരു സഹാനുഭൂതിയും സഹതാപവും ഉള്ള ഒരു ഹ്യൂമൻ, നമ്മളെക്കാളും അറിവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾ, എന്നാൽ താഴോട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മളെടുത്ത് മനുഷ്യത്വത്തോടു കൂടി സംസാരിക്കാൻ വില്ലിങ് ആയിട്ടുള്ള ഒരാളിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത്. ആ ഹ്യൂമൻ ക്വാളിറ്റി വെച്ചുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ഡോക്ടർ ഇർറീപ്ലേസബിൾ ആണ്. എത്ര ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും മൊബൈൽ ഫോണിന്റെ എടുത്ത് വെച്ചിട്ട് കുറെ കാര്യം പറഞ്ഞിട്ട് ഓക്കെ ഡയഗ്നോസിസ് ഇന്നതാണ് ട്രീറ്റ്മെന്റ്, ഇത് അറിയാൻ പറ്റുമെങ്കിലും ഒരിക്കലും ഒരു ഹ്യൂമൻ പേഷ്യന്റിന് അതൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കത്തില്ല. അത് എത്ര, കാരണം ഈ AI വരുന്നതിന് മുമ്പിട്ടും എൻ്റെ അടുത്തൊക്കെ
റിസർച്ച് എല്ലാം ചെയ്ത് ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും എല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും വരുന്നത്. അതിന് AI-യുടെ ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി ദേ വേർ ഡൂയിങ് ദാറ്റ്. പക്ഷെ നമ്മളുടെ അടുത്ത് പലപ്പോഴും ഒരു ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഡോക്ടറെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടർ പൊട്ടിത്തെറി. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് അപ്രോച്ച്. ടെക്നോളജി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം. അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റ് നെറ്റ് സെർച്ച് ചെയ്തിട്ടാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതെ അതിനെ പിടിച്ചിട്ടാണ് ഞാൻ ബാക്കി ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. അതിനകത്ത് അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അത് കൂടാതെ ഇന്ന കാര്യങ്ങളും കൂടി ഉണ്ട്, നിങ്ങളുടെ സ്പെസിഫിക് സിറ്റുവേഷനിൽ ഇതൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണോ, നിങ്ങൾ നോക്കിയിട്ട് വന്നല്ലേ നല്ല കാര്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ആസ്പെക്ട് ആണ് ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ കാര്യം. അത് ഡോക്ടർമാരുടെ പ്രൊഫഷൻ മാത്രമല്ല, നമ്മൾ ആ ഹ്യൂമൻ ആസ്പെക്ടിനെ ഒരിക്കലും AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇഫ് എ ഡോക്ടർ ഇസ് ജസ്റ്റ് an intellect, then definitely the doctor is going to be replaced. ഇപ്പോൾ ഓൾറെഡി തന്നെ ടെക്നോളജി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ആ ഹ്യൂമൻ ആസ്പെക്ടിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം, ഈ AI ചെയ്യുന്നതിന് വിച്ച് ഇസ് ഫസ്റ്റ്. ഇപ്പം വരാൻ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇനിഷ്യൽ സ്ക്രീനിങ് AI ചെയ്യും. അങ്ങനെയാണ് വരാൻ പോകുന്നത്. നമുക്ക് ഒരു മൊബൈൽ ആപ്പിലൂടെയോ അല്ലെങ്കിൽ ഒരു വെബ് ആപ്പിലൂടെയോ നമ്മളുടെ സിംറ്റംസും മറ്റു കാര്യങ്ങളും ഇനിഷ്യലി സ്ക്രീൻ ചെയ്തിട്ട് ഒരു വിദഗ്ധ ഡോക്ടറിലേക്ക് അതിനെ ലിങ്ക് ചെയ്ത് കൊടുത്ത് ആ ഡോക്ടറുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ സ്ട്രീം രീതി എന്ന് പറയുന്നത്. ഇത് AI മെഡിക്കൽ പ്രൊഫഷനെ മാത്രമല്ല ഒരു പ്രൊഫഷനെ ടോട്ടലായിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ AI അറിഞ്ഞൂടാത്ത പ്രൊഫഷണൽസിനെ AI അറിയാവുന്ന പ്രൊഫഷണൽസ് ആണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡോക്ടർമാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ AI അറിഞ്ഞൂടാത്ത ഒരു ഡോക്ടറിനെ AI അറിയാവുന്ന ഡോക്ടർ റീപ്ലേസ് ചെയ്യും. AI അല്ല ഡോക്ടർമാരെ റീപ്ലേസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. AI നമ്മൾ പറഞ്ഞ പോലെ ബിഗ് ഡേറ്റ ആണെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ എപ്പോഴും ഒരു ചോദ്യമാണ് എല്ലാവരുടെയും മുന്നിൽ. എത്രമാത്രം ഡേറ്റ എന്ന് പറയുന്നതാണ് ഈ ലോകത്ത് ഏറ്റവും അധികം പൈസ. ഇറ്റ്സ് ഹ്യൂജ് മണി. ഡേറ്റ ഈസ് മണി. സോ ഡേറ്റ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്? പ്രൈവസി എന്നാണ് അതിനെ ഈ ടെക്കിന്റെ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്, ഡേറ്റ പ്രൈവസി. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ വെച്ചാൽ ഈ പ്രൈവസി ഒരു മിത്താണ്. അത് ഈ കമ്പനീസ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ GDPR എന്നൊക്കെ കേട്ടിട്ടുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഈ ഫോൺ ഇവിടെ ഇരിക്കുകയാണ്, ഞാനിത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് കേൾക്കുന്നുണ്ട്, അത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ അതിനറിയാം നമ്മളിപ്പോ ഇവിടെ ടാഗോർ തിയേറ്ററിലാണ് ഇരിക്കുന്നതെന്ന് അറിയാം. ഇപ്പൊ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, ഡോക്ടർ ലിനി, ഡോക്ടർ റെജി, എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് ഇതിനറിയാം. ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി പ്രോസസ്സിങ് ദാറ്റ് ഇൻഫർമേഷൻ. ഇതിനകത്ത് ഓരോ ആപ്പും, ഫേസ്ബുക്ക് ആയാലും ഗൂഗിളിന്റെ ആപ്പ് ആയാലും, ഇത് കണ്ടിന്യൂസ്ലി പ്രോസസ് ചെയ്ത് നമ്മൾ പോകുന്ന സ്ഥലത്തും നെക്സ്റ്റ് ഒരു പോയിന്റിൽ നമ്മൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് കാണിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് എന്ത് പർപ്പസിന് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഈ സംഭവം നമ്മളെല്ലാം കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് യു ആർ യൂസിങ് എ മൊബൈൽ ഫോൺ, എ സ്മാർട്ട് ഫോൺ, യു ഡോണ്ട് ഹാവ് പ്രൈവസി. സീറോ പ്രൈവസിയാണ് നമ്മളുടെ. അതായത് നമുക്ക് സ്വയം നമ്മളെ പറ്റി അറിയാവുന്നതിനേക്കാളും വ്യക്തമായിട്ട് നമ്മളുടെ ഫോണിന് നമ്മളെ പറ്റി അറിയാം. ഫോണിനും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്കും ആപ്പുകൾക്കും നമ്മളെ പറ്റി അറിയാം. ആ അറിവ് വെച്ചുകൊണ്ട് അത് എന്തും ചെയ്യാൻ പറ്റും. നമ്മളുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഫുഡ് പ്രിഫറൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഷോപ്പിംഗ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ആബ്സല്യൂട്ട്ലി പോസിബിൾ ആണെന്ന് മാത്രമല്ല, ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ചോയ്സ് ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഹെൽത്ത് കെയറിന്റെ ഫീൽഡിൽ ഇത് വരുമ്പോഴത്തേക്ക് ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഇന്റിമേറ്റ് സംഭവം ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പ്രൈവസിയും ഇതിന്റെ പ്രൊട്ടക്ഷൻ ഓഫ് ഡേറ്റയും നമ്മൾ അതൊന്ന് എംഫസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI ടൂൾസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം ഹൈലി സെക്യൂർ ആയിട്ടുള്ള പ്രോസസ്സിലൂടെ പോകണം. അതിന്റെ സെർവേഴ്സ് ആണെന്നുണ്ടെങ്കിലോ അതിന്റെ ടെക്നോളജി, അതായത് എൻക്രിപ്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതും എല്ലാം ഹൈലി സെക്യൂർ ആയിട്ടുള്ള പ്രോസസ്സിലൂടെ പോകണം. അതുപോലെ തന്നെ ഈ ഡേറ്റ ആക്സസ് ചെയ്യുന്നതൊക്കെ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ക്ലിയറൻസസ് വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറെ സേഫ് ഗാർഡ്സ് ഓൾറെഡി ഉണ്ട്. അതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് നല്ല കമ്പനികൾ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനീസും ഈ AI ഹെൽത്ത് കെയറിൽ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് സേഫ് ഗാർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ
അതെല്ലാം ഉറപ്പ് വരുത്തിക്കൊണ്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ സർവീസിന് സൈൻ അപ്പ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു ഡിസ്ക്ലൈമർ കാണും. അതിനകത്ത് ദീസ് ആൻഡ് ദിസ് തിങ്സ് ആർ ദെയർ ആൻഡ് ഇത്രയും നിങ്ങളുടെ ഡേറ്റ ഇത്രയും സേഫ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ഡേറ്റ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതെല്ലാം ഒബ്വിയസ്ലി വളരെ വ്യക്തമായിരിക്കണം. അതുപോലെ മറ്റ് പർപ്പസുകൾക്ക് ഹെൽത്ത് കെയർ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യില്ല എന്നുള്ളതും വളരെ വളരെ വ്യക്തമാക്കിക്കൊണ്ട് വേണം നമ്മൾ AI-യുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ദ ഫാക്ട്. തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ എംപത്തി എന്ന് പറയുന്നതിനെ റീപ്ലേസ് ചെയ്യാൻ AI-ക്ക് പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കേട്ട ഒരു വാക്ക് ഡേറ്റ പ്രൈവസി എന്ന് പറയുന്നത് അതൊരു മിത്താണ് എന്ന് പറയുന്നതിനോടൊപ്പം ഹെൽത്ത് കെയറിൽ അതിനകത്ത് അത് കുറച്ചും കൂടെ പ്രൈവസി സൂക്ഷിക്കപ്പെടും എന്നുള്ളൊരു വാക്കും കൂടെ നമുക്കൊരു AI സ്പെഷ്യലിസ്റ്റായ ഒരു ഡോക്ടർ പറഞ്ഞത് കേട്ടതിൽ വളരെ സന്തോഷം. സാർ ഒരു ഗവൺമെൻറ് കോളേജ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക എന്ന് പറയുന്നത് ഇന്ന് അനുവദിച്ചിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ സാലറി എടുക്കുന്ന ഒരു വ്യക്തി വേറൊരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ അതേ അവസരത്തിൽ സാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഐഡിയ, അതായത് ഒരു ഐഡിയയിൽ നിന്ന് അതിനെ ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ആയിട്ട് മാറ്റാൻ വരെ ഒരു ടീമിനെ മാറ്റിയെടുക്കുന്ന ഒരു സാറിന് എന്ത് തോന്നുന്നു ഗവൺമെന്റിന്റെ പോളിസി ചേഞ്ചസിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് സ്റ്റാർട്ടപ്പ് അവർക്ക് അങ്ങനെ ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം? അങ്ങനെ അതെനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഞാൻ ആ അഭിപ്രായത്തോട് വളരെയധികം യോജിക്കുന്നു. കാരണം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള രീതിയിൽ തന്നെ ഏകദേശം 3 പ്രാവശ്യത്തോളം സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന പേഴ്സണലായിട്ടുള്ള അപേക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 4ാമത്തെ പ്രാവശ്യം ഞാൻ കൊടുത്തു. ഇപ്പോൾ ഒരു ഉദ്യമ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് വളരെയധികം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ TBയുടെ ഇൻചാർജോടായിരുന്നു. TB എന്ന് പറയുമ്പോഴത്തേന് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. അവിടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ സ്റ്റാർട്ടപ്പിനെ ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കാം. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ് ഒരു ഐഡിയയുമായിട്ട് വരുമ്പോഴത്തേന് ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്നത് ആദ്യത്തെ ഫേസിലാണ്. അവനൊരു ഐഡിയ ഉണ്ട്, പക്ഷെ ആ ഐഡിയ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആ ടൈമിൽ അവനൊരു ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000 റുപ്പീസ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഫണ്ട് ഇഷ്ടംപോലെ വെളിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഫണ്ട് ഒക്കെ കിട്ടണമെങ്കിൽ കുറേ പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ അവൻ്റെ ആ ഒരു സ്റ്റുഡൻറ് ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ ഒത്തിരി ഹാൻഡ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഒരു കോളേജിൽ ഒരു ഫാക്കൽറ്റിയാണ് ഈ IDC അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം എല്ലാം നോക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ മെജോറിറ്റി അധ്യാപകരും കൂടെ ഇറങ്ങിയാൽ മാത്രമേ ഒരു ഓണർഷിപ്പ് കൾച്ചർ കോളേജുകളിൽ എത്തത്തുള്ളൂ. നമ്മൾ തിരിഞ്ഞൊന്ന് അമേരിക്കൻ കൾച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സിലിക്കൺ വാലിയും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇന്ന് കാണുന്നതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും സ്റ്റാർട്ട് ചെയ്തത് യൂണിവേഴ്സിറ്റീസിൻ്റെ അകത്താണ്. ആ യൂണിവേഴ്സിറ്റിക്കകത്ത് സ്റ്റുഡൻസും ഇപ്പോൾ HP എന്ന് പറയുന്ന കമ്പനി ആദ്യം തുടങ്ങുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് 2 പ്രൊഫസേഴ്സായിരുന്നു. അപ്പോൾ പ്രൊഫസേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഒരുമിച്ച് കൈ പിടിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കോളേജുകളിൽ എത്തത്തുള്ളൂ. ഇപ്പോൾ ഉണ്ട്, പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ ആ സ്റ്റുഡൻറ് ഗ്രോത്ത് ഇല്ലാതായിത്തീരും. എന്ന് മാത്രമല്ല, സ്റ്റുഡൻസ് ഒരു 4 വർഷമായിരിക്കും എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്. ആ 4 വർഷം കഴിയുമ്പോഴത്തേന് അവര് മറ്റൊരു ജോലി കിട്ടി പോകുന്നു. അതുവരെ അവർ ചെയ്തതായിട്ടുള്ള വർക്ക് അവിടെ കളഞ്ഞിട്ട് പോകും. നമ്മൾ നേരത്തെ ഒരു പ്രോജക്റ്റ് എങ്ങനെ BTech പ്രോജക്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ അത് പോകുന്നു. അവസാനം ഒരു പ്രോജക്റ്റ് ആകുന്നു, അത് തീസിസ് സബ്മിറ്റ് ചെയ്യുന്നു. തീസിസിന്റെ ഒരു ഗ്രേവ് യാർഡ് പോലെ അവിടെ അങ്ങ് കിടക്കുക. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഒരു തീസിസ് സെലക്ഷൻ പോലും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സെലക്ഷൻ പോലും
ഒരു പ്രോബ്ലത്തിൽ നിന്ന് വന്ന് ആ പ്രോബ്ലം ഒരു പ്രോട്ടോടൈപ്പ് ആക്കി കൺവേർട്ട് ചെയ്ത് അടുത്ത ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റേജിലോട്ട് പോകുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഫാക്കൽറ്റി മെമ്പർ കൂടെ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി മെമ്പർ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കുവാനായിട്ടും അങ്ങനത്തെ ഒത്തിരി യൂസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്സ് തുടങ്ങുമ്പോഴത്തേന് മെജോറിറ്റി സ്റ്റാർട്ടപ്സും അല്ലെങ്കിൽ ഒരു 10, നമ്മുടെ കണക്കനുസരിച്ച് നോക്കുമ്പോഴത്തേന് 10% സ്റ്റാർട്ടപ്സ് ആണ് വിജയിക്കുന്നത്. നമ്മുടെ ടെക്നോ പാർക്കിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 30-35 സ്റ്റാർട്ടപ്സോളം വിജയിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പരാജയത്തിന്റെ പക്ഷത്തോട്ട് പോകുന്നതായിട്ടുള്ള ഈ സ്റ്റുഡൻസിനെ കൈ പിടിച്ചുയർത്താനായിട്ട് ഒരു എക്സ്പീരിയൻസ് കൂടെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി ഇതിനുവേണ്ടി ഇറങ്ങുന്നത്. ഫാക്കൽറ്റിക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങുവാനായിട്ടുള്ള ഒരു പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കണം. ഇപ്പോഴത്തെ ഗവൺമെന്റ് വളരെയധികം പോസിറ്റീവായിട്ടാണ് അത് കണക്കാക്കുന്നത്. മാറ്റത്തിന്റെ ഒരു കാലമാണിത്. കാരണം ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റും ഒരു ഇക്കോസിസ്റ്റവും നമുക്കിന്നുണ്ട്. കുറച്ച് നാൾ മുന്നേ വരെ സ്റ്റാർട്ടപ്പുമായി ഇറങ്ങി നടക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ വേറെ തൊഴിലൊന്നും കിട്ടാത്തത് കൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്ന് പറയുന്നവരാണ്. ഇന്നെന്നാൽ അങ്ങനെയല്ല. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഐഡിയയും, അതായത് തൊഴിൽ തേടി പഠിച്ച് കൊച്ചു കുട്ടികൾ തൊട്ട് നമ്മളിപ്പോഴും കേൾക്കുന്നതാണ്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴേ പറയും നല്ലതുപോലെ പഠിച്ചൊരു ജോലി നേടണം. പക്ഷേ ഇന്ന് അത് മാറി. നല്ലതുപോലെ പഠിച്ച് 4 പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നൊരു നിലയിലേക്ക് അങ്ങനെയാണ് ആ സ്റ്റാർട്ടപ്പിന്റെയും ഓൺട്രപ്രണർഷിപ്പിന്റെയും ഒരു കാലം പോകുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ട്. അപ്പം നമുക്ക് മെഡിക്കൽ രംഗത്തെ സ്റ്റാർട്ടപ്പ് സാധ്യതകൾ, അതാണല്ലോ നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സ്റ്റുഡൻസിനെ എന്തുമാത്രം നമുക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായി, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസിനെ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം നമ്മളുടെ മെഡിക്കൽ കോളേജുകളിലുണ്ടോ എന്ന് മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു നമ്മൾ പറയത്തില്ല. നമ്മൾ അവരെ കൊണ്ട് ഇതുപോലെ സാറ് പറഞ്ഞ പോലെ പ്രോജക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പം പ്രോജക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിനകത്ത് ഈസി ആയിട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെയുള്ളത് പിള്ളേർ തന്നെ വരുവാണെങ്കിൽ നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ റിസർച്ച് മെത്തഡോളജി, അവരുടെ ആ മെത്തഡോളജി എല്ലാം പഠിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് അതിൻ്റെ ഈവൻ ടു ദ ലെവൽ ഓഫ് പബ്ലിക്കേഷൻ, ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ലെവലിൽ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മെഡിക്കൽ സ്റ്റുഡൻസിന് നമ്മൾ ചെയ്യുന്നില്ല. അനൂപ് സാർ എങ്ങനെയാണ്, സാറിന്റെ അഭിപ്രായം? അത് വളരെ അഗൈൻ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഈ ഒരു സംഭവം എഞ്ചിനീയറിംഗ് കോളേജസിൽ ഇത് വർഷങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് നമ്മൾ റോൾ ഔട്ട് ചെയ്തു. അതായത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കേരള സ്റ്റാർട്ടപ്പ് മിഷനും പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് കൺസോർഷ്യം കൂടെ ചേർന്നിട്ട് മെഡിക്കൽ ടെക്നോളജി മലബാർ ഏഞ്ചൽസ് എന്ന് പറയുന്നതിന് ഇപ്പോൾ മാഡം ഉണ്ടായിരുന്നു അന്നത്തെ ആ ലോഞ്ച് പ്രോഗ്രാമിന്. അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെഡിക്കൽ കോളേജസുകളിലും ഇന്നോവേഷൻ ഹബ്ബുകൾ സ്ഥാപിക്കപ്പെടാനുള്ള ഒരു ഡയറക്റ്റീവ് ഗവൺമെന്റ് ഇറക്കി. അങ്ങനെ ഇപ്പം നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെഡിക്കൽ കോളേജസിൽ നിന്നും ഇതിന്റെ നോഡൽ ഓഫീസർമാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് സൗത്ത് സോൺ, മിഡിൽ സോൺ, നോർത്ത് സോൺ ആയിട്ട് അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞു. നോഡൽ ഓഫീസർമാരുടെ എല്ലാം ട്രെയിനിങ് കഴിഞ്ഞു. അതിന്റെ വൺ ഓഫ് ദ ട്രെയിനേഴ്സ് ഞാനായിരുന്നു. അത് കൂടാതെ ഞാൻ വർക്ക് ചെയ്യുന്ന അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ നോഡൽ ഓഫീസറും ഞാൻ തന്നെയാണ്. അപ്പം ഈ ഇന്നോവേഷൻ ഹബിന്റെ ചുമതല എന്ന് പറയുന്നത് ഫാക്കൽറ്റിയുടെ ഇടയിലും സ്റ്റുഡൻസിന്റെ ഇടയിലും ടെക്നോളജിയിലും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിലും താല്പര്യമുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ഒരു റൂം ഇതിനു വേണ്ടി സജ്ജീകരിച്ച് അത്യാവശ്യം കുറച്ച് കമ്പ്യൂട്ടേഴ്സും മറ്റു കാര്യങ്ങളും അവിടെ ഇപ്പോൾ ഈ പറയുന്ന കണക്ക് ഫാബ് ലാബോ അതെല്ലാം തുടങ്ങണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി അനുസരിച്ചിട്ടിരിക്കും. പക്ഷേ ആസ് ഓഫ് നൗ ദ ഡയറക്റ്റീവ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് റോൾഡ് ഔട്ട്. ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആണ്. IMA is a very strong partner in that. ആൻഡ് മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം അതിന്റെ പാർട്ടാണ്. ഇതിന് വേണ്ടുന്ന ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പുകളെല്ലാം ടെക്നോളജിക്കാർ ഇനിഷ്യേറ്റ് ചെയ്ത് ഡോക്ടർമാരുടെ ഒരു കൺസൾട്ടേഷൻ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ആക്ച്വലി വരേണ്ടുന്നത് ഈ പ്രോബ്ലംസ് ഹെൽത്ത് കെയറിന്റെ പ്രോബ്ലംസ് ആയതുകൊണ്ട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ടെക്നോളജി ആളുകളുടെ സഹായം തേടി അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള. അപ്പം ദാറ്റ് ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ആൻഡ്
കഴിഞ്ഞ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വം ഡോക്ടർ ജോസഫ് ബെനവൻ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ്. അദ്ദേഹം ഈ മേഖലയിൽ വളരെ വളരെ താല്പര്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് സ്റ്റഡിലി എല്ലാ മെഡിക്കൽ കോളേജസിലേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, മെഡിക്കൽ രംഗത്ത് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അച്ഛനമ്മമാർ സാർ പറഞ്ഞ പോലെ വളരെയധികം ആഗ്രഹത്തോട് ഡോക്ടറാക്കാൻ വിട്ടിട്ട് അവരവസാനം ഡോക്ടർ എന്ന് പറയുന്നതിന് പകരം വിട്ടിട്ട് സ്റ്റാർട്ടപ്പിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഈവന് അത് എൻ്റെ വീട്ടിൽ പോലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ചോദിക്കാറുണ്ട്, പഠിക്കാൻ വിട്ടത് ഡോക്ടർ ആവാനാണ്, ഇന്ന് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് മാറും. കാരണം ഡോക്ടേഴ്സ് വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ആയി നമ്മുടെ നാട്ടിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടായി വരണം എന്നുള്ളതാണ്. അത് ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, ഇന്റർനാഷണൽ ബ്രാൻഡുകൾ, ഇപ്പം ആബട്ട് എന്നുള്ള പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സൈഡസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഒരു ഡോക്ടർ ഉടനെ തന്നെ ആബട്ടിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ നല്ലതായിരിക്കും. അവിടെയാണ് നമ്മളുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന വളരെ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ്. അപ്പം സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്ട്സിന് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻസ് ചെയ്തിരുന്നത്? അതായത് അത്രയും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിലേക്ക് തന്നെ സാറിന് എത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനൊപ്പം നിലനിൽക്കാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കിടപിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? ഞങ്ങൾ ആദ്യം പ്രോഡക്റ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ പ്രോബ്ലം കേട്ട് അതിനുശേഷം ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് ഇത് 2 പേർക്ക് ഇഷ്ടമാകുമ്പോഴത്തേക്കും അത് പ്രോട്ടോടൈപ്പിലേക്ക് പോകുമായിരുന്നു. ആദ്യത്തെ കേസിലൊക്കെ നമ്മൾ നമ്മുടെ കോളേജിൽ തന്നെയുള്ള വർക്ക്ഷോപ്പിൽ കൂടെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അത് ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഡോക്ടേഴ്സിന് അധികം ഇഷ്ടമായില്ല. പിന്നീട് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ പ്രോബ്ലം സ്റ്റുഡൻസ് ഡിസൈൻ ചെയ്യുന്നു, അതിനുശേഷം പേറ്റന്റ് ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ പേറ്റന്റ് ഫയൽ ചെയ്യുന്നു. ദെൻ വി ആർ ഗോയിങ് ഫോർ ടെക്നോളജി ട്രാൻസ്ഫർ. ആ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ പ്രോസസ്സ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ച് ഈ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ ഇൻഡസ്ട്രിക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കടന്നു വരും. അപ്പോഴേക്കും പല ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാർ കടന്നു വരും. ഇപ്പോൾ ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് രണ്ട് എക്സാമ്പിൾസ് പറയാം. ഒന്ന്, നമ്മുടെ കോളേജിൽ വിർച്വൽ റിയാലിറ്റി ഒരു ടൂൾ ഉണ്ടാക്കി. വിർച്വൽ റിയാലിറ്റി ടൂൾ എന്ന് പറയുമ്പോഴത്തേന് ഒരു പേഷ്യൻറ്റിൻ്റെ നമ്മൾ കാണുന്നത് CT സ്കാനും MRI സ്കാനും ഒക്കെയാണ് കാണുന്നത്. പക്ഷെ അതൊരു ഫ്രെയിമിൻ്റെ നമ്മൾ കാണുന്നത്. ആ ഫ്രെയിമിനെ ഒരു ഡൈക്കോം ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതൊരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു 3D എഫക്റ്റോടുകൂടി നമുക്കൊരു ബ്ലഡ് വെസലിൻ്റെ അകത്തോട്ട് കയറി ചെല്ലാൻ അല്ലെങ്കിൽ ലങ്സിൻ്റെ അകത്തോട്ട് കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഓഡിയൻസിന്റെ മുമ്പിൽ കാണാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ന് SET IMSTയിൽ ആ തിയേറ്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസും എല്ലാ SETക്ക് തന്നെ BMT വിങ് ഉണ്ട്. അവിടുത്തെ എല്ലാവരും കൂടെ ചേർന്ന് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് ഓൾറെഡി മേടിച്ചേക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് വേറെ ആൾക്കാരിൽ നിന്നൊക്കെ. അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് നമ്മളുടെ സോഫ്റ്റ്വെയർ ഫാർ ബെറ്റർ ആണ്. ഇപ്പോൾ ആ ഉണ്ടാക്കിയേക്കുന്ന സ്റ്റുഡൻറ് ഗ്രൂപ്പിനോട് SET IMSTക്ക് തന്നെ ഒരു ടൈമഡ് എന്ന് പറയുന്ന ഒരു ഇൻക്യുബേറ്റർ ഉണ്ട്. ഇവർ ഇപ്പോൾ SET പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് അടുത്ത വർഷം ടൈമഡിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് അവർ ബയോണിക്സ് എന്ന് പറയുന്ന പേരൊക്കെ ഇട്ടെന്ന് തോന്നുന്നു. ബയോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരാണ് ശരിക്കും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്? സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഏജൻസിയാണ് SET IMST. ഒരു മെഡിക്കൽ എക്യുപ്മെന്റിനെ ഞങ്ങൾ ആദ്യം ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് റിജക്റ്റ് ആകുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ നമ്മളൊന്ന് വെക്കുമ്പോഴത്തേന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ആ സ്റ്റുഡൻസിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇപ്പോൾ ഒരു ട്രോളി ആണെങ്കിൽ IS 4063 എന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡ്സ് ആണ് ആദ്യം അതിനെ കൊണ്ട് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക നിലവാരത്തിന് ഒത്തു തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെയുള്ള ഒരു കാര്യം കൂടെ, ഈ മെഡിക്കൽ ആരോഗ്യ മേഖലയിലുള്ള സ്റ്റാർട്ടപ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ എക്യുപ്മെന്റ്സിനും ഭയങ്കര മാർജിനാണ്.
ഒരു 5 times എങ്കിലും മാർജിൻ ഇട്ടിട്ടാണ് ഓരോ കമ്പനിയും, കാരണം അത്രയും അവർ R&Dക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഒരു കോളേജിന്റെ ഒരു R&D എന്ന് പറയുമ്പോഴത്തേന് അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സ്റ്റുഡൻസും ഗെയിൻ ചെയ്യുന്നുണ്ട്, കമ്പനീസ് ഗെയിൻ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലും ഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ R&Dക്ക് വേണ്ടതായിട്ടുള്ള എമൗണ്ട് സ്റ്റുഡൻസിന്റെ മേളിൽ ഇട്ട് കഴിയുമ്പോഴത്തേന് ആ കോസ്റ്റ് നമുക്ക് വളരെയധികം ഗ്രാജുവലായിട്ട് റിഡ്യൂസ് ചെയ്യും. അത് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു 40,000 ഒരു മാനിക്കൻ ഞങ്ങൾ ഉണ്ടാക്കിയത് 4,000. അപ്പോൾ ജസ്റ്റ് മൈ 2 cents ഓൺ ദാറ്റ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സാറ് പറഞ്ഞ കോസ്റ്റ് കുറവാണെന്നുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നവും. കാരണം നമ്മളുടെ പ്രോഡക്റ്റുകൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഈ വിദേശ പ്രോഡക്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഞെട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനീസ് കമ്പനീസിന്റെ ഫോൺസ് ഒക്കെ 10,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ആപ്പിൾ 1,00,000 രൂപയ്ക്ക് വിൽക്കത്തുള്ളൂ. ദർ ഈസ് എ ബ്രാൻഡ് ടു ദാറ്റ്. നമ്മൾ നിർമ്മിക്കുന്ന പ്രോഡക്ട്സുകൾ പലപ്പോഴും ആ ഒരു ഹൈലി കൊമേഴ്ഷ്യലൈസ്ഡ് ആയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലോ പ്രൈസ് ആൻഡ് ലോ കോസ്റ്റ് മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ ചീപ്പ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ യൂഷ്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവാരം കുറഞ്ഞ പ്രോഡക്റ്റുകൾ അങ്ങ് കാലഹരണപ്പെട്ടു പോകും. അത് മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പേ തന്നെ കാലഹരണപ്പെട്ടു പോകും, മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ പോകും. അത്യാവശ്യം നിലവാരമുള്ള പ്രോഡക്റ്റുകൾ ഇത്രയും ലോ കോസ്റ്റും ലോ മാർജിനും ആയിട്ട് ഇറക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങോട്ട് വരുന്ന ഉടനെ ഏതെങ്കിലും ഒരു വലിയ കമ്പനി അതിനെ അബ്സോർവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി കേൾക്കത്തുമില്ല, അതിനെപ്പറ്റി നമ്മൾ അറിയത്തുമില്ല. അവര് ആ പ്രോഡക്റ്റ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കളയും. ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അതിന്റെ പേറ്റൻസും അതിന്റെ ടെക്നോളജിയും അവരതങ്ങ് അബ്സോർവ് ചെയ്തെടുത്ത് അങ്ങനെ അവർക്ക് വളരെ 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 തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് കിട്ടുകയാണ്. നമ്മൾ ഈ വെസ്റ്റേൺ കമ്പനീസ് $100s of millions വിൽക്കപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് വിൽക്കപ്പെടുകയും നമ്മുടെ ടെക്നോളജി വലിയ വലിയ കമ്പനീസ് അബ്സോർവ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മളുടെ ഇന്ത്യൻ വലിയ കമ്പനീസിനെ പറ്റി നമുക്ക് അറിഞ്ഞിടാത്തത്. ആക്ച്വലി ഈ വലിയ കമ്പനീസ് എല്ലാം ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും. അത് വളരെ റെലവെന്റ് ആയ ഒരു പോയിന്റ് ആണ്. ആരോഗ്യ രംഗത്ത് സ്റ്റാർട്ടപ്പ് സാധ്യതകൾ എന്ന ഈ ഒരു പാനൽ ഡിസ്കഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രി ശ്രീ രാജീവ് സാറ് പറയുകയുണ്ടായി, ഹെൽത്ത് കെയറും മെഡിക്കൽ ഡിവൈസസും ഒരു സൺറൈസ് സെക്ടറാണ്. അതായത് ഇവിടെ ഇതിനകത്ത് ഒരുപാട് പ്രോഡക്ട്സ് ഇനി നമ്മൾ ഉണ്ടാവുകയാണ്, സ്റ്റാർട്ടപ്പുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഗവൺമെൻറ് കോളേജുകളെയും അത് പ്രൈവറ്റ് കോളേജസ് ആയാലും എല്ലായിടത്തും IEDCകളും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കൂടുതൽ ഈ ഒരു ഇന്നോവേഷനെയും ഓണ്ടർപ്രണർഷിപ്പിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വളരെ പയനിയറായ 3 വ്യക്തികളെ നമുക്ക് ഇന്ന് പാനൽ ഡിസ്കഷന് കിട്ടി. ഇവരോട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഇവരോട് എന്തെങ്കിലും ഒരു എക്സ്പേർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷന് യൂസ് ചെയ്യുന്ന അല്ലാതെ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാവോ? റിസ്ക് ഫാക്ടേഴ്സ്, ഏജ് അറ്റ് മെനാർക്കി, അതായത് പീരിയഡ്സ് തുടങ്ങുന്ന ഏജ് അറ്റ് ഫസ്റ്റ് ലൈവ് ബർത്ത്, ആദ്യത്തെ കുട്ടി ഉണ്ടായ വയസ്സ്, നമ്പർ ഓഫ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ, അതായത് അമ്മയോ സഹോദരിയോ മകളോ അങ്ങനെ എത്ര പേരുണ്ട് ഒരു ഫാമിലിയിൽ അവർ, പിന്നെ നമ്പർ ഓഫ് പ്രീവിയസ് ബ്രസ്റ്റ് ബയോപ്സീസ്, എത്ര പ്രാവശ്യം നേരത്തെ ബയോപ്സി എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ നമ്പർ ഓഫ് ചിൽഡ്രൻ, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഫോർ മോർ ദാൻ 2 years, 2 വർഷത്തെ കൂടുതൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇത്രയേ ഉള്ളൂ.